നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഈ റെഗുലർ പോളിഗൺസിന്റെ ഇന്നർ ആംഗിൾസും ഔട്ടർ ആംഗിൾസും എങ്ങനെയൊക്കെയാണ് വരുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ നമ്മുടെ പോളിഗൺ എന്ന് പറയുന്നത് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ് അല്ലെ. അത് റെഗുലർ പോളിഗൺ ആണ്. എല്ലാ സൈഡ്സും എല്ലാ ആംഗിൾസും ഈക്വൽ ആണ് ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ. സോ ഇറ്റ് ഇസ് എ റെഗുലർ പോളിഗൺ ആൻഡ് ഇറ്റ് ഹാവ് ദ നമ്പർ ഓഫ് ആംഗിൾസ് എന്ന് പറയുന്നത് എത്ര എണ്ണമാണ്? 3 ആംഗിൾസ് ആണ് നമ്മുടെ ഇക്വലാറ്ററൽ ട്രയാങ്കിളിനുള്ളത് അല്ലെ. 3 ആംഗിൾസ് ഉണ്ട്. ആൻഡ് സം ഓഫ് ദി ഇന്നർ ആംഗിൾ എന്ന് പറയുന്നത് നമുക്ക് എത്രയാണെന്ന് അറിയാം. ഒരു ട്രയാങ്കിളിന്റെ ഇന്നർ ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് എത്രയാണെന്ന് നമുക്കറിയാം. 180 ഡിഗ്രി ആണ് എന്ന് നമുക്കറിയാം. ഓക്കെ, ഈ ഇക്വേഷൻ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞ കാര്യമാണ്. അപ്പൊ ഇത് 180 ഡിഗ്രി ആണ് നമ്മുടെ ഇന്നർ ആംഗിൾസിന്റെ സം എന്ന് നമുക്കറിയാം. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ ഒരു ഇന്നർ ആംഗിള് എത്രയായിരിക്കും? നമുക്ക് ഇവിടെ 3 ആംഗിൾസ് ആണ് നമ്മുടെ ഇക്വലാറ്ററൽ ട്രയാങ്കിളിനുള്ളത്. അതായത് 3 ഇന്നർ ആംഗിൾസും ഉണ്ടാവും, 3 ഔട്ടർ ആംഗിൾസും ഉണ്ടാവും. ഓക്കെ, ഇനി അതില് എല്ലാ ഇന്നർ ആംഗിൾസും എന്താണ് നമുക്കറിയാം, ഈക്വൽ ആണ്. നമുക്കറിയാം അല്ലെ, റെഗുലർ പോളിഗൺ ആണ് എടുത്തിരിക്കുന്നത്. സോ എല്ലാ ആംഗിൾസും ഈക്വൽ ആണ്. സോ എല്ലാ ഇന്നർ ആംഗിൾസും ഈക്വൽ ആണ് നമുക്കറിയാം. ആൻഡ് സം ഓഫ് ദി ഇന്നർ ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഒരു ഇന്നർ ആംഗിൾ എത്രയായിരിക്കും? 180 ഡിവൈഡഡ് ബൈ 3 ആയിരിക്കും അല്ലെ. 180 ഡിവൈഡഡ് ബൈ 3 ആയിരിക്കും. ദിസ് ഇസ് ഈക്വൽ ടു 60 ഡിഗ്രി ആയിരിക്കും ഒരു ഇന്നർ ആംഗിൾ എന്ന് പറയുന്നത്. ആൻഡ് സം ഓഫ് ദ ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് നമുക്കറിയാം, ഏതൊരു പോളിഗൺ എടുത്തു കഴിഞ്ഞാലും ഔട്ടർ ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് എത്രയാണ്? 360 ഡിഗ്രി വീതമാണ്. അത് ഏതൊരു പോളിഗണിനും 360 ഡിഗ്രി വീതമാണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ 360 ഡിഗ്രി എഴുതി. ഓക്കെ, ഇനി ഇങ്ങനെയാണെങ്കിൽ ഒരു ഔട്ടർ ആംഗിൾ എത്ര വീതമായിരിക്കും? നമ്മുടെ ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഒരു ഔട്ടർ ആംഗിൾ എത്രയായിരിക്കും? 360 ഡിഗ്രിയെ നമ്മൾ എന്ത് ചെയ്യുക? നമുക്കറിയാം 3 ഔട്ടർ ആംഗിൾസ് ആണ് ഉള്ളത് അല്ലെ. നമ്മുടെ ട്രയാങ്കിളിന്, ഇക്വലാറ്ററൽ ട്രയാങ്കിളിന് 3 ഔട്ടർ ആംഗിൾസ് ഉണ്ട്. ആൻഡ് ഈച്ച് വൺ ഓഫ് ദം ആർ ഈക്വൽ. ഓക്കെ, ഓരോന്നും ഈക്വൽ ആണ്. സോ നമുക്ക് എന്ത് പറയാം? 360 ഡിവൈഡഡ് ബൈ 3 എന്ന് നമുക്ക് കിട്ടും. ദിസ് ഇസ് ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടുന്നേ? 120 ഡിഗ്രി ആണ് ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ ഔട്ടർ ആംഗിൾ എന്ന് കിട്ടി. ഇതുപോലെ തന്നെ നമുക്ക് സ്ക്വയറിന്റെ കേസ് എടുക്കാം. നമുക്കറിയാം സ്ക്വയറിൽ 4 ആംഗിൾസ് ആണുള്ളത്. ആൻഡ് സം ഓഫ് ദ ഇന്നർ ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രി ആണ് എന്ന് നമുക്കറിയാം. സോ 1 ഇന്നർ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണെന്ന് പറയാം? 360 ഡിവൈഡഡ് ബൈ 4 ആണ്. ഈക്വൽ ടു 90 ഡിഗ്രി ആണ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഒരു ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണെന്ന് നമുക്ക് പറയാം? 360 ഡിവൈഡഡ് ബൈ 4 ചെയ്യാ. 360 ആണ് സം ഓഫ് ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത്. ആൻഡ് 4 ഔട്ടർ ആംഗിൾ ആണുള്ളത്. ഇതെല്ലാം ഈക്വലും ആണ്. സോ 360 ബൈ 4 ചെയ്യുമ്പോൾ ഒരു ഔട്ടർ ആംഗിൾ എത്രയാണ് നമുക്ക് കിട്ടും? ഓക്കെ, 360 ബൈ 4 ഈസ് 90 ഡിഗ്രി. അപ്പോ ഔട്ടർ ആംഗിളും ഇന്നർ ആംഗിളും എത്രയാണെന്ന് കിട്ടി? 90 ഡിഗ്രി വീതമാണ്. എന്തിന്റെ കേസില്? സ്ക്വയറിന്റെ കേസില് എന്ന് നമുക്ക് കിട്ടി. ഇനി അടുത്തത് ആരാണ് നോക്കിക്കേ? റെഗുലർ പെന്റഗൺ ആണ്. റെഗുലർ പെന്റഗൺ എന്ന് പറയുമ്പോൾ എങ്ങനെയുള്ള പെന്റഗൺ ആണ്? എല്ലാ സൈഡ്സും എല്ലാ ആംഗിൾസും ഈക്വൽ ആയിട്ടുള്ള പെന്റഗൺ ആണ് അല്ലെ. അതിന് 5 ആംഗിൾസ് ആണ് ഉള്ളത്. ആൻഡ് സം ഓഫ് ഇന്നർ ആംഗിൾ എന്ന് പറയുന്നത് നമുക്ക് എത്രയാണെന്ന് കിട്ടും? 540 ആണ് നമുക്ക് കിട്ടും. നമ്മൾ ഈ ഇക്വേഷനിൽ എന്ത് ചെയ്താൽ മതി? കൊടുത്താൽ മതി. നമുക്ക് 540 ഡിഗ്രി എന്ന് കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു ഇന്നർ ആംഗിൾ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യുക? 540 ഡിവൈഡഡ് ബൈ 5 ചെയ്യുക. 5 ഇന്നർ ആംഗിൾ ആണുള്ളത്. എല്ലാ ആംഗിൾസും സെയിം ആണ്. സോ ഒരു ഇന്നർ ആംഗിൾ എന്ന് പറയുന്നത് 540 ഡിവൈഡഡ് ബൈ 5 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും എത്രയാണ്? 108 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, അതുപോലെ തന്നെ ഒരു ഔട്ടർ ആംഗിൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഔട്ടർ ആംഗിളിന്റെ സം 360 ഡിഗ്രി ആണ് നമുക്കറിയാം. ആൻഡ് ഇവിടെ 5 ഔട്ടർ ആംഗിൾ ആണുള്ളത്. ഓരോ ആംഗിളും ഈക്വൽ ആണ്. സോ 360 ഡിവൈഡഡ് ബൈ 5 നമുക്ക് കിട്ടും. ദിസ് ഇസ് ഈക്വൽ ടു 72 ഡിഗ്രി എന്ന് കിട്ടി. ഓക്കെ, ഇനി അടുത്തത് റെഗുലർ ഹെക്സഗൺ നോക്കാം. ഹെക്സഗൺ എന്ന് പറയുമ്പോൾ അതിന് 6 സൈഡും 6 ആംഗിളും ആണ് ഉള്ളത്. ആൻഡ് എല്ലാ ആംഗിളും എല്ലാ സൈഡ്സും എങ്ങനെയാണ്? ഈക്വൽ ആണ് റെഗുലർ എന്ന് പറയുമ്പോൾ. ഓക്കെ, റെഗുലർ ഹെക്സഗണില് നമ്പർ ഓഫ് ആംഗിൾസ് എന്ന് പറയുന്നത് 6 ആണ്. ആൻഡ് സം ഓഫ് ഇന്നർ ആംഗിൾസ് എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്ന് പറയാം? 720 ആണെന്ന് പറയാം. ഇക്വേഷനിൽ കൊടുത്തു കഴിയുമ്പോൾ 720 എന്ന് നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഒരു ഇന്നർ ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? 720 ഡിവൈഡഡ് ബൈ 6 ആയിരിക്കും. ഈക്വൽ ടു 120 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടും. ആൻഡ് നമുക്ക് എന്ത് പറയാം? ഇവിടെ സം ഓഫ് ദ ഔട്ടർ ആംഗിൾ 360 ഡിഗ്രി ആണ്. അപ്പൊ ഒരു ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്ന് പറയാം? 360യെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഈക്വൽ ടു 60 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടും. അപ്പൊ നമ്മള്
കുറച്ച് റെഗുലർ പോളിഗൺസിനെ പറ്റിയാണ് പഠിച്ചത്. അവരുടെ ഇന്നർ ആംഗിൾ എങ്ങനെയാണ്, ഔട്ടർ ആംഗിൾ എങ്ങനെയാണെന്ന് നമുക്ക് ഈ ഒരു ടേബിളിൽ നിന്നും ക്ലിയർ ആണ് അല്ലെ. അപ്പൊ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ റെഗുലർ പോളിഗൺസ് എങ്ങനെയാണ് നമ്മൾ വരക്കുന്നത് എന്നതാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് റെഗുലർ പെന്റഗന്റെ കേസ് നോക്കാം. ഇവിടെ മിസ് ഇവിടെ ഒരു റെഗുലർ പെന്റഗൺ എടുത്തിട്ടുണ്ട്. റെഗുലർ പെന്റഗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈഡ്സും ആംഗിൾസും ഈക്വൽ ആയിട്ടുള്ള പെന്റഗണിനെയാണ് നമ്മൾ റെഗുലർ പെന്റഗൺ എന്ന് വിളിക്കുന്നത്. ഇനി മിസ് ഇവിടെ ഈ റെഗുലർ പെന്റഗന്റെ സെന്റർ എടുക്കുവാണ്. സപ്പോസ് ഇതാണ് സെന്റർ എന്ന് വിചാരിക്കുക. ഈ സെന്ററിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? എല്ലാ വേർട്ടെക്സിനെയും ജോയിൻ ചെയ്യിപ്പിക്കുകയാണ്. ഓക്കെ, എല്ലാ വേർട്ടെക്സിനെയും ജോയിൻ ചെയ്യിപ്പിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ജോയിൻ ചെയ്യിപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 2 3 4 5. ഓക്കെ, 5 പാർട്സ് കിട്ടും അല്ലെ. നമ്മുടെ ഈ റെഗുലർ പെന്റഗൺ എന്ന് പറയുന്നത് 5 പാർട്ടായിട്ട് മാറി. ഇനി നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, ഒരു പോയിന്റിന് ചുറ്റും വരുന്ന ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രി ആണ് അല്ലെ. ഒരു പോയിന്റ് നമ്മൾ എടുത്താൽ അതിന് ചുറ്റുമുള്ള ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 360 ഡിഗ്രി ആണ് എന്ന് നമുക്കറിയാം. സോ ഇവിടെ നമ്മൾ ഈ എടുത്തിരിക്കുന്ന ഈ ഒരു സെന്റർ, ഓക്കെ, ഈ സെന്ററിന് ചുറ്റുമുള്ള ആംഗിൾ എന്ന് പറയുന്നത്, അതായത് ഈ ഒരു ആംഗിൾ ടോട്ടൽ നമുക്ക് എത്രയാണെന്ന് പറയാം? 360 ഡിഗ്രി ആണ് നമുക്ക് പറയാം. ഇനി ഇത് റെഗുലർ പെന്റഗൺ ആയതുകൊണ്ട് തന്നെ ഈ ഓരോ പാർട്ടും 1 2 3 4 5 നമ്മൾ എഴുതിയിരിക്കുന്ന ഓരോ പാർട്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. കാരണം നമ്മൾ സെന്ററിലേക്കാണ് വേർട്ടെക്സ് വെച്ച് വേർട്ടെക്സുകളെ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്ന ഒരു ലൈൻ വെച്ച് ജോയിൻ ചെയ്യിപ്പിച്ചിരിക്കുന്നത്. അപ്പോ ഇതിൽ ഓരോ പാർട്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പൊ ഓരോ പാർട്ടും ഈക്വൽ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം? ഇതിലെ ഓരോ ആംഗിളും, ഓരോ പാർട്ടിലെയും ആംഗിൾസ് എല്ലാം എന്താണെന്ന് പറയാം? ഈക്വൽ ആണെന്ന് പറയാം. അതായത് ഈ ഒരു ആംഗിളും ഈ ഒരു ആംഗിളും ഈ ഒരു ആംഗിളും ഇതും നമുക്ക് എന്താണെന്ന് പറയാം? ഈക്വൽ ആയിരിക്കും എന്ന് പറയാം. ടോട്ടൽ നമുക്ക് എത്രയാണെന്ന് അറിയാം? 360 ഡിഗ്രി ആണെന്ന് അറിയാം. സോ ഇതില് ഒരു ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണെന്ന് നമുക്ക് പറയാം? എത്രയാണെന്ന് പറയാം? 360 ഡിവൈഡഡ് ബൈ എത്ര ആംഗിൾസ് ഇവിടെ വന്നിരിക്കുന്നത്? 5 ആണ്. ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടുന്നത്? 72 ഡിഗ്രി എന്ന് കിട്ടും. സോ ഓരോ ആംഗിൾ എത്ര വീതമാണെന്ന് കിട്ടി? 72 ഡിഗ്രി വീതമാണ് എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പൊ നമ്മള് ഇവിടെ എടുത്ത് വരച്ചിട്ടുണ്ട് മിസ്. അത് നോക്കിക്കേ, ഇവിടെ നമ്മൾ ഒരു റെഗുലർ പെന്റഗൺ എടുത്താല് അതില് അതിന്റെ സെന്ററിലേക്ക് നമ്മള് വേർട്ടെക്സുകളെ ജോയിൻ ചെയ്യിപ്പിക്കുമ്പോൾ നമ്മുടെ റെഗുലർ പെന്റഗൺ 5 പാർട്സ് ആയിട്ട് മാറുന്നുണ്ട്. അതിൽ ഓരോ പാർട്ടിലെയും ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും നമുക്കറിയാം. ആൻഡ് ഈച്ച് വൺ ഈസ് 72 ഡിഗ്രി. ഓക്കെ, ഓരോന്നും 72 ഡിഗ്രി വീതമാണ് എന്ന് നമുക്ക് കിട്ടി. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നമ്മൾ വേർട്ടെക്സിനെയും സെന്ററിനെയും തമ്മിൽ ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട് അല്ലെ, ലൈൻസ് വെച്ചിട്ട്. ഈ ലൈനിന്റെ എല്ലാത്തിന്റെയും മെഷർമെന്റ് എന്ന് പറയുന്നത് എപ്പോഴും സെയിം ആയിരിക്കും, ഈക്വൽ ആയിരിക്കും. അതായത് ഇപ്പൊ ഇവിടെ ഇതൊരു 5 സെന്റിമീറ്റർ ആണെങ്കിൽ ഇതും 5 ആയിരിക്കും, ഇതും 5 ആയിരിക്കും, ഇതും 5 ആയിരിക്കും, ഇതും 5 ആയിരിക്കും. സോ നമ്മൾ റെഗുലർ പെന്റഗൺ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ ലൈൻസ് എല്ലാം, ഓക്കെ, ഇതിന്റെ എല്ലാത്തിന്റെയും മെഷർമെന്റ് സെയിം ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എങ്ങനെയാണ് വരക്കുന്നത് നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് മിസ് ഇവിടെ ഒരു സർക്കിൾ ആണ് എടുത്തിരിക്കുന്നത്. സർക്കിളിന്റെ സെന്റർ ആണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, സർക്കിൾ എടുത്തിട്ടുണ്ട്, അതിന്റെ സെന്റർ ആണിത്. അപ്പോ സർക്കിൾ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാല് നമുക്കറിയാം, നമുക്ക് വേണ്ടത് എന്തായിരുന്നു? ഈ ലൈൻസ് എല്ലാം എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം എന്നായിരുന്നു നമുക്ക് കിട്ടേണ്ടത്. ഒരു സർക്കിളില് സെന്ററിൽ നിന്നും നമ്മൾ എങ്ങോട്ടേക്ക് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാലും എന്തായിരിക്കും? ഇതെല്ലാം എന്താണ്? നമ്മുടെ സർക്കിളിന്റെ റേഡിയസ് ആണ് അല്ലെ. ഈ റേഡിയസ് എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും അല്ലെ. എല്ലായിടത്തും എന്തായിരിക്കും? നമ്മുടെ റേഡിയസ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും, സെയിം ആയിരിക്കും. അപ്പൊ അങ്ങനെ ഈ ലൈൻസ് എല്ലാം ഈക്വൽ ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? സർക്കിള് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സർക്കിൾ ഉണ്ട്, അതിന്റെ സെന്ററും നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, ഇനി ഇതിലാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? നമ്മുടെ റെഗുലർ പെന്റഗൺ വരയ്ക്കാൻ പോകുന്നത്. റെഗുലർ പെന്റഗൺ വരയ്ക്കാൻ എന്ത് വേണം? നമുക്കൊരു സെന്റർ ഉണ്ട്, അവിടെ 72 ഡിഗ്രി വീതം നമ്മൾ 5 പാർട്സ് ആക്കി സർക്കിളിനെ മാറ്റുക. ഓക്കെ, 5 പാർട്ടാക്കി നമ്മൾ മാറ്റാൻ പോവാണ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ആദ്യം തന്നെ ഈ സർക്കിളിന് ഒരു റേഡിയസ് വരക്കുവാണ്. അത് ഇങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് വരക്കാം, വേണമെങ്കിൽ ഇവിടെ വരക്കാം, റേഡിയസ് എങ്ങനെ വേണമെങ്കിലും. ഓക്കെ, അപ്പൊ മിസ് ഇവിടെ ഒരു റേഡിയസ് വരച്ചു. ഓക്കെ, ഒരു റേഡിയസ് മിസ് ഇവിടെ വരച്ചു. ഓക്കെ, ഇനി
അപ്പൊ നമുക്ക് ഇവിടെ ഒരു റേഡിയസ് കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ടേ? 72 ഡിഗ്രി വീതമാണ് നമുക്ക് ഓരോ പാർട്ടുകളെയും മാറ്റേണ്ടത്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? പ്രൊട്രാക്ടർ എടുക്കുക, ഈ ഒരു ലൈനിൽ വെക്കുക, സെന്റർ ഇവിടെ വരുന്ന രീതിയിൽ, നമ്മുടെ സർക്കിളിന്റെ സെന്ററിൽ വരുന്ന രീതിയിൽ പ്രൊട്രാക്ടർ വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അതിൽ 72 ഡിഗ്രി മെഷർ ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? വരക്കുക. ഓക്കെ, 72 ഡിഗ്രി എടുത്ത് വരച്ചു. നമുക്ക് ഇവിടെ എന്ത് കിട്ടി? 72 ഡിഗ്രി എന്ന് കിട്ടി. വീണ്ടും പ്രൊട്രാക്ടർ വെക്കുക, വീണ്ടും 72 ഡിഗ്രി മെഷർ ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യുക? വരക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും 72 ഡിഗ്രി കിട്ടും. ഇങ്ങനെ നമ്മൾ ഈ സർക്കിള് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ ഒരു ഫിഗർ ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ ഒരു ഫിഗർ നമുക്ക് കിട്ടും. ഓക്കെ, നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ എല്ലായിടത്തും നമ്മൾ എന്ത് പറ്റി? ഓരോ വേർട്ടെക്സിൽ വീതം നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ. ഈ ലൈൻസ് ചെന്ന് മുട്ടുന്ന ഒരു ഭാഗം നമുക്ക് കിട്ടുന്നുണ്ട്, ഓരോ വേർട്ടിസസ് വീതം നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ വേർട്ടിസസിനെ എല്ലാത്തിനെയും നമ്മൾ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യിപ്പിക്കുക. ആ ജോയിൻ ചെയ്യിപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ആരെയാണ്? നമ്മുടെ റെഗുലർ പെന്റഗൺ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ റെഗുലർ പെന്റഗൺ വരയ്ക്കുന്നത്. എങ്ങനെയാണ്? നമുക്കൊരു സർക്കിൾ എടുക്കുക, ആ സർക്കിളിന്റെ റേഡിയസ് ഓക്കെ ആദ്യം വരക്കുക. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? 72 ഡിഗ്രി മെഷർ ചെയ്ത് വരക്കുക. ഓക്കെ, 72 ഡിഗ്രി വീതം വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ആ വേർട്ടിസസ് എല്ലാം കൂടി ജോയിൻ ചെയ്യിപ്പിക്കുക. സർക്കിളിൽ വരുന്ന വേർട്ടിസസ് എല്ലാം ജോയിൻ ചെയ്യിപ്പിക്കുക. അപ്പൊ നമുക്ക് ആരെ കിട്ടും? നമ്മുടെ റെഗുലർ പെന്റഗൺ കിട്ടും. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ റെഗുലർ പെന്റഗന്റെ കേസാണ് കണ്ടത്. അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? റെഗുലർ ഹെക്സഗണും വരച്ചെടുക്കാൻ പറ്റും. അപ്പൊ അതെങ്ങനെയാണ് നോക്കാം. ഇപ്പൊ ഇവിടെ റെഗുലർ ഹെക്സഗൺ ആണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ ഇതിന്റെ സെന്റർ എടുത്തിട്ട് എന്ത് ചെയ്യുക? എല്ലാ വേർട്ടെക്സുകളെയും ഒരു ലൈൻ വെച്ച് സെന്ററിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കുക. നമ്മൾ നേരത്തെ പെന്റഗന്റെ കേസിൽ ചെയ്ത പോലെ തന്നെ. അപ്പൊ എന്താണ് കിട്ടുന്നത്? നമുക്കിവിടെ 1 2 3 4 5 6 ഓക്കെ 6 പാർട്സ് ആക്കി നമ്മുടെ ഹെക്സഗൺ റെഗുലർ ഹെക്സഗൺ മാറി. അതുപോലെ തന്നെ ഇതിലെ ഓരോ പാർട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലെ. എല്ലാ പാർട്സും എങ്ങനെയാണ്? ഈക്വൽ ആയിട്ടുള്ള പാർട്സ് ആണ്. ഇനി നമുക്ക് അറിയാവുന്നതാണ് ഒരു പോയിന്റിന് ചുറ്റുമുള്ള ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രി ആണെന്നുള്ളത്. ആൻഡ് ഇതിലെ ഓരോ ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? ഈക്വൽ ആണ്. എല്ലാ ആംഗിളും എങ്ങനെയാണ്? ഈക്വൽ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ ഇതിലൊരു ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ടോട്ടൽ 360 ഡിഗ്രി ആണ്. സെയിം ആയിട്ട് വന്നിരിക്കുന്ന പോലത്തെ 6 ആംഗിൾ ആണ് വന്നിരിക്കുന്നത്. സോ ഇതിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഒരു ആംഗിൾ എന്ന് പറയുന്നത് നമുക്ക് എത്രയാണെന്ന് കിട്ടും? 60 ഡിഗ്രി വീതമാണ്. അപ്പൊ ഈ ഓരോ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണെന്ന് കിട്ടും? 60 ഡിഗ്രി ആണ് എന്ന് നമുക്ക് കിട്ടും. ഇനി നമ്മൾ എങ്ങനെയാണ് ഒരു റെഗുലർ ഹെക്സഗൺ വരയ്ക്കുന്നത്? അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു നമ്മൾ എപ്പോഴും സർക്കിളിലാണ് വരക്കുന്നത്. കാരണം എന്തുകൊണ്ടാണ്? ഈ ഒരു ലൈൻ ഓക്കെ ഈ ഒരു മെഷർമെന്റ് എല്ലായിടത്തും സെയിം ആയിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സർക്കിൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്? ആദ്യം ഒരു സർക്കിൾ വരക്കും. എന്നിട്ട് എന്താ ചെയ്യുക? അതിന്റെ സെന്റർ കൺസിഡർ ചെയ്യുക. അവിടെ നിന്നും ഒരു റേഡിയസ് വരയ്ക്കുക. ഓക്കെ, ഇനി റേഡിയസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രൊട്രാക്ടർ വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? 60 ഡിഗ്രി മെഷർ ചെയ്ത് വരയ്ക്കുക. വീണ്ടും പ്രൊട്രാക്ടർ വെച്ചിട്ട് 60 ഡിഗ്രി മെഷർ ചെയ്ത് വരക്കുക. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ സർക്കിൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ റെഗുലർ ഹെക്സഗൺ കിട്ടും. ഓക്കെ, അപ്പോ റെഗുലർ ഹെക്സഗണിൽ നമുക്ക് ഓരോ ലൈനും ഇങ്ങനെ 60 ഡിഗ്രി ഓരോ ആംഗിൾ കിട്ടും. എന്നിട്ട് എന്താ ചെയ്യുന്നത്? ഈ ഓരോ പോയിന്റും ഓക്കെ ഓരോ ലൈനിന്റെ എൻഡ് പോയിന്റ്സ് ഓക്കെ വേർട്ടിസസ് നമ്മൾ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യിപ്പിച്ച് വരയ്ക്കുക. ഓക്കെ, ജോയിൻ ചെയ്യിപ്പിച്ച് വരച്ചു കഴിയുമ്പോൾ നമ്മുടെ ആരെ കിട്ടി? നമുക്ക് റെഗുലർ ഹെക്സഗൺ കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ ക്വസ്റ്റ്യനിൽ നോക്കിക്കേ, ABCD is a regular pentagon. Calculate 3 angles at the vertex D. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് തന്നിരിക്കുന്ന ABCD എന്ന് പറയുന്നത് ഒരു റെഗുലർ പെന്റഗൺ ആണ് തന്നിട്ടുണ്ട്. റെഗുലർ പെന്റഗൺ മീൻസ് എന്താണ്? എല്ലാ ആംഗിൾസും എല്ലാ സൈഡ്സും എങ്ങനെയാണ്? ഈക്വൽ ആണ് എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതില് കാൽക്കുലേറ്റ് ദ 3 ആംഗിൾസ് അറ്റ് ദ വേർട്ടെക്സ് D. D എന്ന് പറയുന്ന വേർട്ടെക്സിലുള്ള 3 ആംഗിൾസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ 3 ആംഗിൾസ് എത്ര വീതമാണ് എന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. മിസ് ഇതിന് ABC എന്ന് പേര് കൊടുക്കുകയാണ്. ABC ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എത്ര വീതമാണെന്ന്. ഓക്കെ, അപ്പോ അതിന് വേണ്ടിയിട്ട് മിസ് ഇവിടെ ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാണ്. അതായത് ട്രയാങ്കിൾ AED. ഓക്കെ, ട്രയാങ്കിൾ AED എന്ന് പറയുന്ന ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ഒരു ട്രയാങ്കിൾ മിസ് കൺസിഡർ ചെയ്യാണ്. ഈ ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താണ്? ഒന്ന് നോക്കിക്കേ.
നമുക്കറിയാം ഈ ട്രയാങ്കിളില് ഇതൊരു റെഗുലർ പെന്റഗൺ ആണ് അല്ലെ. റെഗുലർ പെന്റഗൺ ആവുമ്പോൾ അതിന്റെ എല്ലാ സൈഡ്സും എങ്ങനെയാണ്? ഈക്വൽ ആണ് എന്ന് നമുക്കറിയാം അല്ലെ. എല്ലാ സൈഡ്സും നമുക്ക് ഈക്വൽ ആണ് എന്നറിയാം. അപ്പോൾ എല്ലാ സൈഡ്സും ഈക്വൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഈ രണ്ട് സൈഡുകൾ ഈക്വൽ ആണ് അല്ലെ. ഈ ട്രയാങ്കിൾ AEDയില് ഈ രണ്ട് സൈഡ്സ് ഈക്വൽ ആണ്. അപ്പൊ രണ്ട് സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിളിന് നമ്മളൊരു പേര് പറയുമല്ലോ. എന്തായിരുന്നു? ഐസോസിലസ് ട്രയാങ്കിൾ അല്ലെ. അപ്പോ നമ്മുടെ ട്രയാങ്കിൾ AED എന്ന് പറയുന്നത് ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. ഇനി ഐസോസിലസ് ട്രയാങ്കിളിന്റെ ഒരു പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു അത്? അതായത് ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾസും എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഈക്വൽ ആയിട്ട് വരുന്ന സൈഡ്സ് ഇത് രണ്ടും ആണ്. ഇതിന് രണ്ടിനും ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾസ്, അതായത് ഈ ഒരു ആംഗിളും, അതായത് A എന്ന് നമ്മളിപ്പോ കൊടുത്ത ഈ ഒരു ആംഗിളും ഈ ആംഗിളും എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും എന്നാണ് നമുക്ക് ഇപ്പൊ കിട്ടിയത്. ഓക്കെ, ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ആംഗിൾ എത്രയാണെന്ന് കണ്ടുപിടിക്കാലോ. നമുക്കറിയാം ഇതൊരു ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിളിന്റെ മൊത്തത്തില് എല്ലാ ആംഗിൾസും കൂടി നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? 180 ഡിഗ്രി ആണല്ലേ. അപ്പൊ നമുക്ക് ഈ രണ്ട് ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കാം? ആംഗിൾ EAD അല്ലെ. ആംഗിൾ EAD is equal to ആംഗിൾ EDA അല്ലെ. ഇത് രണ്ടും ഈക്വൽ ആണെന്നാണ് നമുക്ക് കിട്ടിയത്. ദിസ് ഈസ് ഈക്വൽ ടു, ഇതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? ഈ ഒരു ആംഗിള് 108 ഡിഗ്രി ആണ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. അപ്പോ 180യിൽ നിന്നും 108 നമ്മൾ മൈനസ് ചെയ്യാം. അപ്പൊ ഈ രണ്ട് ആംഗിളും കൂടി നമ്മൾ സം ചെയ്യുമ്പോൾ കിട്ടുന്നത് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് എന്ത് ചെയ്യുക? അതിനെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇതിപ്പോ എത്ര ഡിഗ്രി നമുക്ക് കിട്ടും? 180 മൈനസ് 108 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ 36 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടും. സോ നമ്മുടെ A എന്ന് പറയുന്നത് എന്താണ് നമുക്ക് കിട്ടി? A എന്ന് പറയുന്നത് 36 ഡിഗ്രി ആണ് എന്നാണ് കിട്ടിയത്. അപ്പൊ നമുക്ക് അവിടെ കൊടുക്കാം. A എന്ന് പറയുന്ന ആളെ നമുക്ക് എത്രയാണെന്ന് കിട്ടി? 36 ഡിഗ്രി ആണ് എന്ന് കിട്ടി. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ നമ്മള് ട്രയാങ്കിൾ BCD കൺസിഡർ ചെയ്യാണ്. ഓക്കെ, എന്താ കൺസിഡർ ചെയ്യുന്നത്? ട്രയാങ്കിൾ BCD ആണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ട്രയാങ്കിൾ BCD നമ്മൾ നോക്കുവാണ് എങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇവിടെയും ഈ രണ്ട് സൈഡ്സ് എന്താണ്? ഈക്വൽ ആണ് അല്ലെ. ഇതും എന്ത് തന്നെയാണ്? ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. ഐസോസിലസ് ട്രയാങ്കിളിന്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾസും ഈക്വൽ ആണ്. സോ ഈ ആംഗിൾ Cയും അതുപോലെ ഇതും എന്ത് തന്നെയാണ്? ഈക്വൽ ആണ് എന്ന് നമുക്ക് പറയാം. സോ അത് നമുക്ക് ഇപ്പൊ കണ്ടുപിടിച്ച പോലെ നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? ആംഗിൾ DBC is equal to ആംഗിൾ BDC ആണ്. ഓക്കെ, ദിസ് ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? നമ്മൾ നേരത്തെ ചെയ്ത പോലെ 180 മൈനസ് 108 ഡിവൈഡഡ് ബൈ 2 എന്ന് ചെയ്യാം. ദിസ് ഈക്വൽ ടു 36 ഡിഗ്രി എന്ന് കിട്ടി. ഓക്കെ, അപ്പോ ഈ ഒരു ആംഗിളും C എന്ന് നമ്മൾ എഴുതിയ ആംഗിളും നമുക്ക് എന്താണെന്ന് കിട്ടി? 36 ഡിഗ്രി ആണ് എന്ന് കിട്ടി. ഓക്കെ, ഇതും 36 ഡിഗ്രി ആണെന്ന് കിട്ടി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടേ? B ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ B കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? B കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ഇത് ടോട്ടൽ അല്ലെ. ഇത് നമ്മുടെ ഒരു പെന്റഗന്റെ ഒരു ആംഗിൾ ആണ്. ഇത് മൊത്തം ആംഗിൾ D എന്ന് പറയുന്ന ഈ ഒരു ആംഗിൾ മൊത്തം അത് എത്രയാണെന്ന് നമുക്കറിയാം? 108 ഡിഗ്രി ആണ്. കാരണം ഇതൊരു റെഗുലർ പെന്റഗൺ ആണ്. സോ എല്ലാ ആംഗിൾസും എത്ര വീതമാണ്? 108 ഡിഗ്രി വീതമാണ്. അപ്പൊ ആംഗിൾ D എന്ന് പറയുന്നത് ടോട്ടൽ 108 ഡിഗ്രി ആണ്. ആൻഡ് ദിസ് പാർട്ട് ഈസ് 36 ഡിഗ്രി ആൻഡ് ദിസ് പാർട്ട് ഈസ് 36 ഡിഗ്രി. സോ നമുക്ക് ഈ ഒരു പാർട്ട് കണ്ടുപിടിക്കാലോ. എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മുടെ 108ൽ നിന്നും 36 പ്ലസ് 36 എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? B എന്ന് പറയുന്നത് ഈക്വൽ ടു 108 മൈനസ് 36 പ്ലസ് 36. ദിസ് ഈസ് ഈക്വൽ ടു 36 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പൊ B എന്ന് പറയുന്നത് എന്ത് തന്നെയാണെന്ന് കിട്ടി? 36 ഡിഗ്രി ആണ് എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ഇത് എത്രയാണ്? 36 ഡിഗ്രി ആണ് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോ നമുക്ക് ഈ കിട്ടിയ കാര്യമാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, നമുക്കൊരു റെഗുലർ പെന്റഗൺ ഉണ്ടായിരുന്നു. ഈ റെഗുലർ പെന്റഗന്റെ ഈ 3 ആംഗിൾസ് ആയിരുന്നു കണ്ടുപിടിക്കാനുണ്ടായിരുന്നത്. ഈ 3 ആംഗിൾസ് എന്താണ് നമുക്ക് കിട്ടി? 36 ഡിഗ്രി വീതമാണ് എന്ന് നമുക്ക് കിട്ടി. അപ്പൊ ഇതിൽ നമുക്ക് എന്ത് പറയാം? അതായത് ഒരു റെഗുലർ പെന്റഗണില്
ഒരു വേർട്ടെക്സിൽ നിന്നും അഡ്ജസന്റ് അല്ലാതെയുള്ള വേർട്ടെക്സിലേക്ക് നമ്മൾ വരയ്ക്കുന്ന ഡയഗണൽസ്, അതായത് ഈ ഡയഗണൽസ് നമ്മുടെ ഡി എന്ന് പറയുന്ന വേർട്ടെക്സിനെ 3 ഈക്വൽ, ഓക്കെ, ഡി എന്ന് പറയുന്ന ഈ ഒരു ആംഗിളിനെ 3 ഈക്വൽ ആംഗിൾസ് ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പറയാം അല്ലെ. 3 ആംഗിളും എങ്ങനെയാണ്? 36 ഡിഗ്രി വീതമാണ്. അപ്പൊ ഇത് 3 ആംഗിളും എന്താണ്? ഈക്വൽ ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് നമുക്ക് എന്ത് പറയാം? ഡി എന്ന് പറയുന്ന ഈ ഒരു ആംഗിളിനെ എന്ത് ചെയ്യുന്നുണ്ട്? 3 ഈക്വൽ പാർട്സ് ആക്കി മാറ്റുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. One angle of a regular polygon is 144 degree. How many sides does it have? എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? നമുക്കൊരു പോളിഗൺ തന്നിട്ടുണ്ട്. ആ പോളിഗൺ എന്ന് പറയുന്നത് റെഗുലർ പോളിഗൺ ആണ്. റെഗുലർ മീൻസ് എന്താണ്? സൈഡ്സും ആംഗിൾസും ഒക്കെ ഈക്വൽ ആണ്. ഓക്കെ, അപ്പോൾ ഒരു റെഗുലർ പോളിഗൺ ഉണ്ട്. അതിന്റെ ആംഗിൾസ് 144 ഡിഗ്രി ആണ്. അപ്പോൾ ഇന്നർ ആംഗിൾ ആണ്. ആംഗിൾ എന്ന് പറയുമ്പോൾ അതെന്താ മീൻസ് ചെയ്യുന്നത്? ഇന്നർ ആംഗിളിനെ ആണ്. അപ്പോൾ ഇന്നർ ആംഗിൾ എന്ന് പറയുന്നത് 144 ഡിഗ്രി ആണ് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ പോളിഗൺ ഏതാണെന്നൊന്നും നമുക്ക് അറിയില്ല. ഇപ്പൊ ജസ്റ്റ് മീൻസ് ഇങ്ങനെ ഒരു വേർട്ടെക്സ് മാത്രം എടുത്ത് വരയ്ക്കുവാണ്. ഓക്കെ, ഇപ്പൊ ഇതിലെ ഇന്നർ ആംഗിൾ ആണ് നമുക്ക് 144 ഡിഗ്രി എന്ന് തന്നിരിക്കുന്നത്. ഓക്കെ, റെഗുലർ പോളിഗൺ ആയതുകൊണ്ട് തന്നെ എല്ലാ ഇന്നർ ആംഗിൾസും എത്ര തന്നെയായിരിക്കും? 144 ഡിഗ്രി തന്നെയായിരിക്കും. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ഔട്ടർ ആംഗിൾ കണ്ടുപിടിക്കാലോ. എന്തായിരിക്കും നമ്മുടെ ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത്? നമുക്കറിയാം 180 മൈനസ് 144 ആയിരിക്കും നമ്മുടെ ഈ ഒരു ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് 36 ഡിഗ്രി. ഓക്കെ, 36 ഡിഗ്രി ആണ് നമ്മുടെ ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത്. ഇന്നർ ആംഗിൾസ് എല്ലാം സെയിം ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? നമ്മുടെ ഔട്ടർ ആംഗിൾസും എന്ത് തന്നെയായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, അപ്പൊ എല്ലാ ഔട്ടർ ആംഗിൾസും എത്ര വീതമാണ് നമുക്ക് കിട്ടി? 36 ഡിഗ്രി വീതമാണ് നമുക്ക് കിട്ടി. അപ്പോ ഈച്ച് ഔട്ടർ ആംഗിൾ ഇസ് ഈക്വൽ ടു 36 ഡിഗ്രി എന്ന് നമുക്കറിയാം. ഇനി നമുക്കറിയാവുന്ന കാര്യമാണ് സം ഓഫ് ഔട്ടർ ആംഗിൾ. സം ഓഫ് ഔട്ടർ ആംഗിൾസ് ഇസ് ഈക്വൽ ടു 360 ഡിഗ്രി ആണ് എന്ന് നമുക്ക് അറിയാം. ഓക്കെ, അതായത് എല്ലാ ഔട്ടർ ആംഗിളും കൂടി നമ്മൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 360 ഡിഗ്രി നമുക്ക് കിട്ടും. അതില് ഓരോ ഔട്ടർ ആംഗിൾ എത്ര വീതമാണ്? 36 ഡിഗ്രി, 36 ഡിഗ്രി വീതമാണ്. അങ്ങനെയാണെങ്കിൽ എത്ര ഔട്ടർ ആംഗിൾ ഉണ്ടാവും? നമുക്ക് എന്ത് ചെയ്താൽ മതി? 360 ഡിഗ്രിയെ 36 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല എത്ര ഔട്ടർ ആംഗിൾസ് ഉണ്ട് എന്ന് നമുക്ക് കിട്ടും. ഇനി എത്ര ഔട്ടർ ആംഗിൾസ് ഉണ്ടോ അത്ര തന്നെ എന്തുണ്ടാവും? സൈഡ്സ് ഉണ്ടാവും. നമ്മൾ ആദ്യമേ പഠിച്ച കാര്യമാണ് നമ്പർ ഓഫ് സൈഡ്സും നമ്പർ ഓഫ് ആംഗിൾസും ഈക്വൽ ആയിരിക്കും എന്നുള്ളത് അല്ലെ. അപ്പോൾ നമ്മളോട് ചോദിച്ചിരുന്നത് എത്ര സൈഡ്സ് ഉണ്ടെന്നാണ്. എത്ര സൈഡ്സ് ഉണ്ടോ അത്ര തന്നെ എന്തുണ്ടാവും? ഔട്ടർ ആംഗിൾസും ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? നമ്പർ ഓഫ് സൈഡ്സ് ഇസ് ഈക്വൽ ടു 360 divided by 36. That is equal to 10 എന്ന് നമുക്ക് കിട്ടും. അതായത് നമ്മുടെ ഈ പോളിഗണിന്റെ 10 സൈഡുള്ള പോളിഗൺ ആണ് നമ്മുടെ ഈ റെഗുലർ പോളിഗൺ എന്ന് നമുക്ക് കിട്ടി. അപ്പൊ 10 സൈഡുള്ള ഒരു റെഗുലർ പോളിഗൺ നമ്മൾ എടുക്കുവാണെങ്കിൽ അതില് ഒരു ആംഗിൾ എന്ന് പറയുന്നത്, ഇന്നർ ആംഗിൾ എന്ന് പറയുന്നത് 144 ഡിഗ്രി വീതമായിരിക്കും. ഓക്കെ, നമുക്കിനി കുറച്ച് പ്രോബ്ലംസ് കൂടി ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. Draw a hexagon of equal sides and unequal angles. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? നമ്മളോട് ഒരു ഹെക്സഗൺ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹെക്സഗൺ എന്ന് പറയുമ്പോൾ അതിന് എത്ര സൈഡ് ഉണ്ട്? 6 സൈഡുള്ള ഒരു പോളിഗൺ ആണ് അല്ലെ വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിന്റെ പ്രത്യേകത എന്താണ്? ഈക്വൽ സൈഡ്സ് ആയിരിക്കണം. എല്ലാ സൈഡ്സും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ഇനി അടുത്തത് എന്താണ് നോക്കിക്കേ? അൺഈക്വൽ ആംഗിൾസ് ആയിരിക്കണം. ആംഗിൾസ് ഒന്നും ഈക്വൽ ആവാൻ പാടില്ല. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ആംഗിൾസ് ഒന്നും ഈക്വൽ അല്ലാതെ സൈഡ്സ് ഈക്വൽ ആയിട്ട് വരുന്ന രീതിയിൽ ഒരു ഹെക്സഗൺ വരയ്ക്കാനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഈക്വൽ സൈഡ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക? ഒരു സൈഡിനെ ഫിക്സ് ചെയ്യുക. അപ്പൊ മിസ് ഇവിടെ എടുക്കുന്നത് 3 സെന്റിമീറ്റർ ആയിട്ടാണ് സൈഡ് എടുക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക? സ്കെയിലില് 3 സെന്റിമീറ്റർ അളന്നെടുക്കുക. എന്നിട്ട് ആ മെഷർമെന്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ലൈൻ വരക്കുന്നു. ഓക്കെ, അങ്ങനെ ഒരു ലൈൻ 3 സെന്റിമീറ്ററിൽ നമ്മൾ വരച്ചു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമുക്ക് എന്താ വേണ്ടേ? അൺഈക്വൽ ആയിട്ടുള്ള ആംഗിൾസ് ആണ് വേണ്ടത്. അപ്പൊ ഒരു ഹെക്സഗൺ ആണ് നമുക്ക് എന്ത് ചെയ്യണ്ടേ? വരയ്ക്കേണ്ടത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ 3 ആംഗിൾസ് ചൂസ് ചെയ്യണം. എങ്ങനെയുള്ള ആംഗിൾസ് ആണെന്ന് വെച്ചാൽ ഒബ്റ്റ്യൂസ് ആംഗിൾസ് ആയിരിക്കണം ചൂസ് ചെയ്യേണ്ടത്. ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി അല്ലെ. 90 ഡിഗ്രിയേക്കാൾ വലിയ ആംഗിൾസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്?
ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന് പറയുന്നത്. മിസ് ഇവിടെ ചൂസ് ചെയ്യുന്നത് 100, 130 ഡിഗ്രി, 110 ഡിഗ്രി. ഓക്കെ, ഈ 3 ഒബ്റ്റ്യൂസ് ആംഗിൾസ് ആണ് ചൂസ് ചെയ്യുന്നത്. അപ്പൊ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒബ്റ്റ്യൂസ് ആംഗിൾസ് ചൂസ് ചെയ്യാം. അതായത് 90 ഡിഗ്രിയേക്കാൾ കൂടുതലായാൽ മതി. അങ്ങനെ കൂടുതലായിട്ട് വരുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു 3 ആംഗിൾ നമ്മൾ ചൂസ് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ആംഗിൾസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ മെഷർ ചെയ്ത് വരയ്ക്കാൻ പോവാണ്. അപ്പൊ ആദ്യം തന്നെ ഈ എൻഡിൽ നമ്മൾ വെക്കുന്നു, നമ്മുടെ പ്രൊട്രാക്ടർ വെക്കുക. പ്രൊട്രാക്ടർ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, 100 ഡിഗ്രി ആണ് ആദ്യം മെഷർ ചെയ്യുന്നത്. 100 ഡിഗ്രി മെഷർ ചെയ്യുക. ഓക്കെ, 100 ഡിഗ്രി മെഷർ ചെയ്ത് നമ്മൾ വരച്ചു. ഓക്കെ, ഇനി നമുക്കറിയാം എല്ലാ സൈഡ്സും എന്തായിരിക്കണം, 3 സെന്റിമീറ്റർ വീതം ആയിരിക്കണം വരേണ്ടത് അല്ലെ. നമ്മൾ ഇങ്ങനെ നീട്ടി വരച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ 3 സെന്റിമീറ്റർ തന്നെ ഇവിടെയും വരണം അല്ലെ. എല്ലാ സൈഡ്സും 3 സെന്റിമീറ്റർ വരണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കോമ്പസിൽ 3 സെന്റിമീറ്റർ മെഷർമെന്റ് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ എൻഡിൽ നമ്മൾ കോമ്പസ് വെച്ചിട്ട് എന്ത് ചെയ്യുക, ആ 3 സെന്റിമീറ്റർ വെച്ചിട്ട് ആർക്ക് വരക്കുക. ഓക്കെ, അപ്പൊ ആർക്ക് വരച്ചപ്പോ നമുക്ക് എന്ത് കിട്ടി, ഇവിടെ ഒരു പോയിന്റ് കിട്ടി. ഓക്കെ, ഇനി ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, ഈ പോയിന്റിൽ ഈ ഒരു എൻഡില് പ്രൊട്രാക്ടർ വെച്ചിട്ട് 130 ഡിഗ്രി മെഷർ ചെയ്യാം. ഓക്കെ, 130 ഡിഗ്രി നമ്മൾ മെഷർ ചെയ്ത് ആംഗിൾ വരച്ചു, നീട്ടി വരച്ചിട്ടുണ്ട് നമ്മള്. ഇനി എന്താ ചെയ്യേണ്ടത്, 3 സെന്റിമീറ്റർ തന്നെയാണ് ഇവിടുത്തെയും മെഷർമെന്റ് നമുക്ക് വരേണ്ടത് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, കോമ്പസിൽ 3 സെന്റിമീറ്റർ വെക്കുക, ആർക്ക് വരയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഒരു പോയിന്റ് കിട്ടിയിട്ടുണ്ട് അല്ലെ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നിന്നും നമ്മുടെ പ്രൊട്രാക്ടർ വെച്ചിട്ട് എന്ത് ചെയ്യുക, 110 ഡിഗ്രി അളന്നെടുക്കുക. ഓക്കെ, 110 ഡിഗ്രിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ആംഗിൾ വരക്കുക. ഓക്കെ, ഈ ആംഗിൾ എന്ന് പറയുന്നത് 110 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, സ്കെയിലും പ്രൊട്രാക്ടറും ഒക്കെ യൂസ് ചെയ്ത് കറക്റ്റ് ആയിട്ട് വരക്കുക. മീൻസ് ഒരു റഫ് ഫിഗർ ആണ് നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ, ഇനി ഇതും എത്ര തന്നെ വരണം, ഈ സൈഡും നമുക്ക് എത്ര തന്നെ വരണം, 3 സെന്റിമീറ്റർ തന്നെ വരണം അല്ലെ. അപ്പൊ നമ്മൾ വീണ്ടും കോമ്പസിൽ 3 സെന്റിമീറ്റർ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ അളവിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ആർക്ക് വരക്കുന്നു. ഓക്കെ, അപ്പൊ ഇതും 3 സെന്റിമീറ്റർ. എല്ലാ സൈഡ്സും നമുക്ക് 3 സെന്റിമീറ്റർ വീതമാണ് വേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പോയിന്റിൽ വെക്കുക. അപ്പൊ 3 ആംഗിൾസ്, നമ്മൾ 3 ഒബ്റ്റ്യൂസ് ആംഗിൾസ് ആയിരുന്നു ചൂസ് ചെയ്തത്. ആ 3 ആംഗിൾസ് നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത്, നമുക്ക് 3 സെന്റിമീറ്റർ ആണ് സൈഡ് വേണ്ടത്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇവിടെ ഒരു പോയിന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ. ഈ പോയിന്റിൽ കോമ്പസ് വെച്ചിട്ട് 3 സെന്റിമീറ്ററിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ആർക്ക് വരക്കുക. ഓക്കെ, ഒരു ആർക്ക് വരക്കുക. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെയും നമുക്കൊരു പോയിന്റ് കിട്ടിയിട്ടുണ്ട് അല്ലെ. ഈ പോയിന്റ് നമ്മൾ കോമ്പസ് വെച്ചിട്ട് ഒരു ആർക്ക് വരക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഒരു പോയിന്റ് കൂടി കിട്ടി. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ജോയിൻ ചെയ്യിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി, എന്താ കിട്ടിയത്, നമുക്കിവിടെ ഒരു ഹെക്സഗൺ കിട്ടി. ആൻഡ് ഈ ഹെക്സഗണിന്റെ എല്ലാ സൈഡ്സും എങ്ങനെ വീതമാണ് നമുക്ക് കിട്ടിയത്, 3 സെന്റിമീറ്റർ വീതമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പൊ കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ കോമ്പസിൽ കറക്റ്റ് അളവൊക്കെ എടുത്ത് ഒന്ന് വരച്ചു നോക്കുക. അപ്പൊ കറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഫിഗർ കിട്ടും. അപ്പൊ എന്താണ്, ഇവിടെ ആംഗിൾസ് ഒക്കെ ഡിഫറെന്റ് ആണ് അല്ലെ, അൺഈക്വൽ ആയിട്ടുള്ള ആംഗിൾസ് ആണ്. പക്ഷെ എല്ലാ സൈഡ്സും 3 സെന്റിമീറ്റർ വീതമാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ഹെക്സഗൺ വരക്കാനായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ എന്താ ചെയ്തത്, ആദ്യം തന്നെ 3 സെന്റിമീറ്ററിൽ നമ്മൾ സ്കെയിലിൽ അളന്ന് വരച്ചു. അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, ഈ ഒബ്റ്റ്യൂസ് ആംഗിൾസ് 3 എണ്ണം ചൂസ് ചെയ്തത് നമ്മൾ വരച്ചെടുത്തു. ഓക്കെ, അതിനുശേഷം ലാസ്റ്റ് വരുന്ന സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, 3 സെന്റിമീറ്ററിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ആർക്ക് വരച്ചു, ജോയിൻ ചെയ്യിപ്പിക്കുന്നു. ഇതാണ് നമ്മൾ ചെയ്തത്. വളരെ ഈസിയാണ് ഇത് ചെയ്യാനായിട്ട് അല്ലെ. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഡ്രോ എ ഹെക്സഗൺ ഓഫ് ഈക്വൽ ആംഗിൾസ് ആൻഡ് അൺഈക്വൽ സൈഡ്സ്. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നമ്മളോട് ഒരു ഹെക്സഗൺ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഹെക്സഗണിന്റെ പ്രത്യേകത എന്താണ്, ആംഗിൾസ് എല്ലാം ഈക്വൽ ആയിരിക്കണം, പക്ഷേ സൈഡ്സ് അൺഈക്വൽ ആയിരിക്കണം അല്ലെ. സൈഡ്സ് ഒന്നും ഈക്വൽ ആയിട്ട് വരാൻ പാടില്ല, പക്ഷെ ആംഗിൾസ് എല്ലാം ഈക്വൽ ആയിട്ട് വരുന്ന രീതിയിൽ ഒരു ഹെക്സഗൺ ആണ് വരക്കാൻ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നേരത്തെ തൊട്ട് മുന്നേ നമ്മൾ ചെയ്തത് എന്തായിരുന്നു, സൈഡ്സ് ഈക്വൽ ആയിട്ടും ആംഗിൾസ് അൺഈക്വൽ ആയിട്ടും വരുന്ന രീതിയിലുള്ള ഒരു ഹെക്സഗൺ ആണ് നമ്മൾ നേരത്തെ വരച്ചത്. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ആംഗിൾസ് ഈക്വലും സൈഡ്സ് അൺഈക്വലും ആയിട്ടുള്ള ഒരു ഹെക്സഗൺ ആണ് വരക്കാൻ നോക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ പറഞ്ഞു സൈഡ്സ് ഒക്കെ അൺഈക്വൽ ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ ഇവിടെ ചെയ്യാൻ പോകുന്നത് 2 പാരലൽ ലൈൻസ് ആണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. അത് എത്ര വേണമെങ്കിലും ആട്ടോ, മെഷർമെന്റ് ഒന്നും നമുക്ക് വേണ്ട, കാരണം അൺഈക്വൽ ആണ് സൈഡ്സ്. എത്ര വേണമെങ്കിലും ആകാം. ഇങ്ങനെ വരച്ചു മിസ്, ഇവിടെയും ഒരു ലൈൻ വരച്ചു. ഈ 2 ലൈനും ഈക്വൽ ആണെന്നില്ല. ഓക്കെ, അൺഈക്വൽ ആണ് അല്ലെ, രണ്ടും ഈക്വൽ അല്ല, അൺഈക്വൽ ആയിട്ടുള്ള ലൈൻസ് ആണ് നമ്മൾ
വരച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ഹെക്സഗൺ ആണ് നമുക്ക് വരക്കേണ്ടത്. അതിന്റെ എല്ലാ ആംഗിൾസും എത്ര വീതമാണ്? എല്ലാ ആംഗിൾസും ഈക്വൽ ആണ്. അപ്പൊ അത് എത്ര വീതമായിരിക്കും? നമുക്കറിയാം ഒരു ഹെക്സഗന്റെ ഇന്നർ ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് എത്രയാണ്? 720 ഡിഗ്രി ആണ്. നമ്മള് മുന്നേ പഠിച്ച കാര്യമാണ്. എന്താണ് പറഞ്ഞത്? ഒരു ഹെക്സഗന്റെ ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത്, ഇന്നർ ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് 720 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 6 ആംഗിൾസ് ആണുള്ളത്. ഈ 6 ആംഗിളും എന്താണ്? ഈക്വൽ ആണ്. സോ ഒരു ആംഗിൾ എത്ര വീതമായിരിക്കും? 720 ഡിവൈഡഡ് ബൈ 6 ആയിരിക്കും. ദിസ് ഇസ് ഈക്വൽ ടു 120 ഡിഗ്രി. ഓക്കെ, 120 ഡിഗ്രി വീതമായിരിക്കും ഓരോ ആംഗിൾസും വരുന്നത്. ഓക്കെ, ഇങ്ങനെ ഒരു ഹെക്സഗണിൽ ഈക്വൽ ആംഗിൾസ് വരുന്ന ഒരു ഹെക്സഗന്റെ എല്ലാ ആംഗിൾസും എത്ര വീതമായിരിക്കും? 120 ഡിഗ്രി വീതമായിരിക്കും. അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമുക്കിവിടെ 2 ലൈൻസ് ഉണ്ട് അല്ലെ. ഈ താഴത്തെ ലൈൻ നമ്മൾ നോക്കാം. എന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ പ്രൊട്രാക്ടർ വെച്ചിട്ട് എത്രയാണ്? 120 ഡിഗ്രി വീതമാണ് നമുക്ക് വേണ്ടത്. നമ്മൾ എന്ത് ചെയ്യുക? 120 ഡിഗ്രി മെഷർ ചെയ്യുക. ഓക്കെ, ഇവിടെ നിന്നും 120 ഡിഗ്രി മെഷർ ചെയ്ത് നമ്മൾ വരച്ചു. ഓക്കെ, നീട്ടി വരക്കാം. നമുക്ക് എന്തോരം വേണമെങ്കിലും വരക്കാം. കാരണം എന്തുകൊണ്ടാണ്? അൺഈക്വൽ സൈഡ്സ് ആണ് അല്ലെ. ഈക്വൽ ആവണമെന്നൊന്നും നിർബന്ധമില്ല. ഓക്കെ, എങ്ങനെ വേണമെങ്കിലും വരക്കാം. അതുപോലെ ഈ എൻഡിന് നമ്മൾ എന്ത് ചെയ്യുക? 120 ഡിഗ്രി മെഷർ ചെയ്ത് വരയ്ക്കുക. ഓക്കെ, 120 ഡിഗ്രി മെഷർ ചെയ്ത് നമ്മൾ വരക്കുക. അപ്പൊ ഇവിടെയും നമുക്ക് 120 ഡിഗ്രി നമുക്ക് കിട്ടി. ഇനി വീണ്ടും നമുക്ക് അൺഈക്വൽ ആയിട്ടുള്ള സൈഡ്സ് ആയതുകൊണ്ട് എവിടെ വേണമെങ്കിലും നമുക്ക് പോയിന്റ് എടുക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? വീണ്ടും നമ്മുടെ 120 ഡിഗ്രി വെച്ച് എന്ത് ചെയ്യുക? പ്രൊട്രാക്ടറിൽ 120 ഡിഗ്രി അളന്നെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ലൈൻ വരയ്ക്കുന്നു. ഇവിടെയും അതുപോലെ 120 ഡിഗ്രി എടുക്കുക, ലൈൻ വരയ്ക്കുക. ഓക്കെ ഓക്കെ, ഇത് എത്രയാണ്? 120 ഡിഗ്രി ആണ്. ഇതും 120 ഡിഗ്രി ആണ്. ഓക്കെ, ഇനി ഇത് ഓട്ടോമാറ്റിക്കലി ഇത് രണ്ടും എന്തായിട്ട് മാറിക്കോളും? 120 ഡിഗ്രി തന്നെ ആയി മാറിക്കോളും. ഓക്കെ, നമ്മൾ എന്താ ചെയ്തത്? ഇതിന്റെ സൈഡ്സ് ഒക്കെ അൺഈക്വൽ ആണ്, ഈക്വൽ ആയിട്ടുള്ള സൈഡ്സ് അല്ല. അപ്പൊ നിങ്ങൾ തന്നെ വരച്ചു നോക്കുക. അപ്പൊ നമ്മുടെ പ്രൊഡക്ടറും അതുപോലെ തന്നെ സ്കെയിലൊക്കെ യൂസ് ചെയ്തൊന്ന് വരച്ചു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫിഗർ കിട്ടും. മിസ് ജസ്റ്റ് റഫായിട്ട് വരച്ചേക്കുവാണ്. എന്താ നമ്മൾ ചെയ്ത? 2 ലൈൻസ് നമ്മൾ വരച്ചു. എങ്ങനെയുള്ള ലൈൻസ് ആണ്? പാരലൽ ആയിട്ട് 2 ലൈൻസ് നമ്മൾ വരച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ഈ താഴത്തെ ലൈനിന്റെ 2 എൻഡിൽ നിന്നും 120 ഡിഗ്രി വീതം നമ്മൾ എടുത്തു. അപ്പൊ നമുക്ക് 2 പോയിന്റ്സ് കിട്ടി. ഈ 2 പോയിന്റ്സിൽ നിന്നും നമ്മൾ എന്ത് ചെയ്തു? 120 ഡിഗ്രി വീണ്ടും എടുത്തു. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഈ 2 ആംഗിൾസും 120 ഡിഗ്രി വീതം ആയിക്കോളും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടിയത്? ഒരു ഹെക്സഗൺ കിട്ടിയത്. ഈക്വൽ ആംഗിൾസും അൺഈക്വൽ സൈഡ്സും ആയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ മച്ച് ഈച്ച് ആംഗിൾ ഓഫ് എ 15-sided regular polygon? ഹൗ മച്ച് ഈസ് ഈച്ച് ഔട്ടർ ആംഗിൾ? എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? നമുക്കൊരു 15 സൈഡ്സ് ഉള്ള 15 സൈഡ് ഉള്ള ഒരു റെഗുലർ പോളിഗൺ ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, റെഗുലർ പോളിഗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അതിന്റെ എല്ലാ ആംഗിൾസും എല്ലാ സൈഡ്സും എങ്ങനെയാണ്? ഈക്വൽ ആണ് അല്ലെ. അപ്പൊ അങ്ങനെ ഒരു റെഗുലർ പോളിഗൺ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ റെഗുലർ പോളിഗന്റെ എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇന്നർ ആംഗിൾസും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഔട്ടർ ആംഗിളും എത്ര വീതമാണ് എന്നും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഔട്ടർ ആംഗിളിന്റെ കേസ് നോക്കാം. എന്നിട്ട് അത് വെച്ചിട്ട് ഇന്നർ ആംഗിൾ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ 15 സൈഡ് ആണ് നമ്മുടെ പോളിഗണിനുള്ളത്. ഓക്കെ, 15 സൈഡ് ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും? 15 ആംഗിൾസ് ഉണ്ടാവും അല്ലെ. 15 ഔട്ടർ ആംഗിളും ഉണ്ടാവും, 15 ഇന്നർ ആംഗിളും ഉണ്ടാവും. അപ്പോ 15 ഔട്ടർ ആംഗിൾസ് ഇവിടെ ഉണ്ട് എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ. 15 ഔട്ടർ ആംഗിൾസ് ഈ പോളിഗണ് ഉണ്ട് എന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്കറിയാം സം ഓഫ് ദ ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? ഒരു പോളിഗന്റെ ഏതൊരു പോളിഗൺ എടുത്തു കഴിഞ്ഞാലും ഔട്ടർ ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് 360 ഡിഗ്രി ആണ് എന്ന് നമുക്ക് അറിയാം. അതായത് നമുക്ക് ഇവിടെ കിട്ടിയത് സം ഓഫ് 15 ഔട്ടർ ആംഗിൾസ് ആണ് ഇവിടെ ഉള്ളത്. സോ സം ഓഫ് 15 ഔട്ടർ ആംഗിൾസ് is equal to 360 ഡിഗ്രി. ഓക്കെ, 360 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്, നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോ 15 ഔട്ടർ ആംഗിൾസിന്റെ തുകയാണ് 360 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾസ് എല്ലാം ഈക്വൽ ആണ് അല്ലെ. റെഗുലർ പോളിഗൺ ആണ്. സോ എല്ലാ ആംഗിൾസും ഈക്വൽ ആണ്. ഔട്ടർ ആംഗിൾസ് ഈക്വൽ ആണ്, ഇന്നർ ആംഗിൾസ് ഈക്വൽ ആണ്. ഓക്കെ, എല്ലാ ആംഗിൾസും ഈക്വൽ ആയതുകൊണ്ട് തന്നെ എല്ലാ ഔട്ടർ ആംഗിൾസും ഈക്വൽ ആണ്. സോ നമുക്ക് എന്ത് പറയാം? എല്ലാ ഔട്ടർ ആംഗിൾസും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു ഔട്ടർ ആംഗിൾ എങ്ങനെയായിരിക്കും? അല്ലെങ്കിൽ ഈച്ച് ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് എത്ര വീതം നമുക്ക് കിട്ടും? ഔട്ടർ ആംഗിൾ ഇസ് ഈക്വൽ ടു എത്രയായിരിക്കും?
360 ഡിഗ്രിയെ നമ്മൾ എന്ത് ചെയ്യുക, 15 ഔട്ടർ ആംഗിൾ ആണുള്ളത് അല്ലേ. അപ്പൊ 360യെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോ ഓരോ ഔട്ടർ ആംഗിളും എത്ര വീതമാണ് എന്ന് നമുക്ക് കിട്ടും. എത്ര വീതമാണ് നമുക്ക് കിട്ടും? 360 ഡിവൈഡഡ് ബൈ 15 നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 24 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഓരോ ഔട്ടർ ആംഗിളും 24 ഡിഗ്രി വീതമാണ് ഈ ഒരു പോളിഗണിന്റെ എന്ന് നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? ഇന്നർ ആംഗിളും കണ്ടുപിടിക്കാൻ പറ്റും. ഇന്നർ ആംഗിൾസ് എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? എങ്ങനെയാണ്? ഔട്ടർ ആംഗിൾ നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഇന്നർ ആംഗിൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഈച്ച് ഇന്നർ ആംഗിൾ ഇസ് ഈക്വൽ ടു നമുക്ക് എന്താ വരുന്നത്? ഈച്ച് ഇന്നർ ആംഗിൾ, ഓരോ ഇന്നർ ആംഗിൾസും എത്ര വീതമാണ് നമുക്കറിയാലോ. എത്ര വീതമാണ്? 180യിൽ നിന്നും 24 മൈനസ് ചെയ്യുക. എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തേ? നമുക്കറിയാം, ഒരു വേർട്ടിക്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിലെ അവിടെ ഫോം ചെയ്യുന്ന ഔട്ടർ ആംഗിളും ഇന്നർ ആംഗിളിന്റെയും സം എന്ന് പറയുന്നത് എത്രയാണ്? 180 ഡിഗ്രി ആണ്. സോ നമ്മൾ ഇന്നർ ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? നമ്മുടെ 180യിൽ നിന്നും ഔട്ടർ ആംഗിളിനെ മൈനസ് ചെയ്യുക. സോ 180 മൈനസ് 24 എന്ന് നമുക്ക് കിട്ടി. ദാറ്റ് ഇസ് ഈക്വൽ ടു 156 ഡിഗ്രി. So each inner angle is 156 degree and each outer angle is 24 degree എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, നമുക്കിനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കിക്കേ. The figure shows a square, a regular pentagon and a regular hexagon put together. How much is angle BAC? എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ഫിഗറിൽ നമുക്ക് 3 ആൾക്കാരാണുള്ളത്. ആരൊക്കെയാണ്? നമ്മുടെ റെഗുലർ പെന്റഗൺ ഉണ്ട്. ഓക്കെ, ആരൊക്കെയാണുള്ളത്? നമുക്ക് റെഗുലർ പെന്റഗൺ ഉണ്ട്, റെഗുലർ ഹെക്സഗൺ ഉണ്ട്, ഒരു സ്ക്വയറും ഉണ്ട്. ഇവരെ 3 പേരെയും ചേർത്ത് വെച്ചേക്കുവാണ്. ഓക്കെ, ഈ ഒരു പോയിന്റിൽ ചേർത്ത് വെച്ചേക്കുവാണ് ഇവര് 3 പേരെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, ആംഗിൾ BAC, അതായത് ഈ ആംഗിള് എത്രയാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? അതിനുവേണ്ടി നമ്മൾ ആദ്യം തന്നെ റെഗുലർ പെന്റഗണിന്റെ കേസ് ഒന്ന് എടുത്ത് നോക്കാം. ഒരു റെഗുലർ പെന്റഗൺ. റെഗുലർ പെന്റഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എല്ലാ ആംഗിൾസും എല്ലാ സൈഡ്സും ഈക്വൽ ആയിട്ടുള്ള പെന്റഗണിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഒരു റെഗുലർ പെന്റഗൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ റെഗുലർ പെന്റഗണിന്റെ കേസിൽ നമുക്കറിയാം എല്ലാ ആംഗിൾസും എത്ര വീതമാണ്? 108 ഡിഗ്രി വീതമാണ്. ഓക്കെ, ഓരോ ആംഗിൾ എത്ര വീതമാണ്? 108 ഡിഗ്രി വീതമാണ് ഒരു റെഗുലർ പെന്റഗണില്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, ഈ ഒരു ആംഗിൾ, ഓക്കെ, ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് നമ്മുടെ റെഗുലർ പെന്റഗണിന്റെ ഒരു ആംഗിൾ ആണ് അല്ലെ. ഈ ആംഗിൾ എത്രയായിരിക്കും? 108 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത നമ്മള് സ്ക്വയറിന്റെ കേസ് എടുക്കാം. ഓക്കെ, ഒരു സ്ക്വയർ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമുക്കറിയാം സ്ക്വയർ എന്ന് പറയുന്നത് ഒരു റെഗുലർ പോളിഗൺ ആണ്. അതായത് ഇതിന്റെ എല്ലാ സൈഡ്സും എല്ലാ ആംഗിൾസും ഈക്വൽ ആണ്. ആൻഡ് വി നോ ദാറ്റ് an angle of a square is 90 degree അല്ലെ. അതായത് ഒരു സ്ക്വയറിന്റെ ഒരു ആംഗിൾ എന്ന് പറയുന്നത് ഓരോ ആംഗിൾ എത്ര വീതമാണ്? 90 ഡിഗ്രി വീതമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഫിഗർ നോക്കുവാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് ഈ പോയിന്റിനോട് ചേർന്ന് കിടക്കുന്ന ഈ ഒരു ആംഗിൾ നമ്മുടെ സ്ക്വയറിന്റെ ആംഗിൾ ആണല്ലോ. അത് എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇനി ഇതുപോലെ നമുക്ക് ഇനി അടുത്തത് നമ്മുടെ റെഗുലർ ഹെക്സഗണിന്റെ കേസ് എടുക്കാം. ഓക്കെ, റെഗുലർ ഹെക്സഗണിന്റെ കേസ് എടുക്കാം. ഇനി നമുക്ക് അറിയാവുന്ന കാര്യമാണ്, റെഗുലർ ഹെക്സഗൺ എന്ന് പറയുമ്പോൾ അതിന്റെ എല്ലാ സൈഡ്സും എല്ലാ ആംഗിൾസും എന്താണ്? ഈക്വൽ ആണ്. ആൻഡ് ഈച്ച് ആംഗിൾ ഈസ്, ഓക്കെ, ഓരോ ആംഗിൾ എത്ര വീതമാണ് ഒരു റെഗുലർ ഹെക്സഗണില്? നമുക്കറിയാലോ എത്ര വീതമാണ്? 120 ഡിഗ്രി വീതമാണ് ഓരോ ആംഗിളും വരുന്നത്. ഓക്കെ, ഓരോ ആംഗിൾ എത്ര വീതമാണ്? 120 ഡിഗ്രി വീതമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫിഗർ ഒന്ന് നോക്കിക്കേ. ഈ ഫിഗറിൽ നമുക്ക് കാണാം, ഇത് ഈ ഒരു ആംഗിള് നമ്മുടെ ഈ റെഗുലർ ഹെക്സഗണിന്റെ ഒരു ആംഗിൾ ആണല്ലോ. അപ്പോ അത് എത്ര വീതമാണ് നമുക്ക് കിട്ടും? 120 ഡിഗ്രി ആണ് ആ ഒരു ആംഗിൾ എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? ആംഗിൾ BAC ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു പോയിന്റിന് ചുറ്റുമുള്ള ആംഗിൾസ് ആണ് ഇവരെല്ലാവരും അല്ലെ. ഒരു പോയിന്റിന് ചുറ്റും കിടക്കുന്ന ആംഗിൾസ് ആണ് ഇവരെല്ലാവരും. ഒരു പോയിന്റിന് ചുറ്റും നമുക്കറിയാം ടോട്ടൽ 360 ഡിഗ്രി ആണ് വരുന്നത്. ഒരു പോയിന്റിന് ചുറ്റുമുള്ള ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രി ആണ്. അതില് ഇത്രയും ഭാഗമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇത്രയും ഭാഗം എന്ന് പറയുന്നത് നമുക്ക് എത്രയാണെന്ന് പറയാം? 108 പ്ലസ് 90 പ്ലസ്
120 ഡിഗ്രി ആണ് എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഭാഗം നമുക്ക് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ 360 ആണ്. 360യിൽ നിന്നും ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക? മൈനസ് ചെയ്താൽ മതി അല്ലെ. അപ്പോ ആംഗിൾ BAC കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യാം? 360 മൈനസ് എന്ത് ചെയ്താൽ മതി? 108 പ്ലസ് 90 പ്ലസ് 120 ചെയ്താൽ മതി അല്ലെ. ഇതൊന്ന് ചെയ്ത് നോക്കിക്കേ. 108 പ്ലസ് 90 പ്ലസ് 120 എത്ര വരും? 318 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, 360 മൈനസ് 318 എന്ന് നമുക്ക് കിട്ടി. ഇനി 318 ഓക്കെ, നമ്മൾ ചെയ്യാൻ പോണത് 360യിൽ നിന്നും 318നെ മൈനസ് ചെയ്ത് നോക്കാം. അപ്പൊ എത്ര വരും എന്ന് നോക്കിക്കേ. 10ൽ നിന്നും 8 നമ്മൾ മൈനസ് ചെയ്തു. നമുക്ക് എത്ര കിട്ടി? 2 കിട്ടി. ബാക്കി ഇവിടെ 5 ആണുള്ളത്. 5ൽ നിന്ന് 1 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4 എന്ന് കിട്ടും. നമുക്ക് എത്ര കിട്ടി? 42 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ കിട്ടിയത്? 360 മൈനസ് 380 എന്ന് പറയുന്നത് 42 ഡിഗ്രി ആണ് എന്ന് കിട്ടി. ആംഗിൾ BAC എന്ന് പറയുന്ന ഈ ഒരു ആംഗിള് എത്രയാണെന്ന് നമുക്ക് പറയാം? 42 ഡിഗ്രി ആണ് എന്ന് പറയാം. ഓക്കെ, ഇതായിരുന്നു നമുക്ക് കണ്ടുപിടിക്കാൻ ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് നോക്കിയത് നമ്മുടെ ചാപ്റ്റർ 3 ആണ് അല്ലെ. ചാപ്റ്ററിന്റെ പേരെന്താണ്? പോളിഗൺസ് എന്നായിരുന്നു, അഥവാ ബഹുഭുജങ്ങൾ എന്നാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. ഇവിടെ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? പലതരത്തിലുള്ള പോളിഗൺസിനെ പറ്റി നമ്മൾ പഠിച്ചല്ലേ. അപ്പോൾ ആ പോളിഗൺസിന്റെ ഇന്നർ ആംഗിൾസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, അതുപോലെ അതിന് ഔട്ടർ ആംഗിൾ ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചു. ഔട്ടർ ആംഗിൾ ഏതൊരു പോളിഗൺ നമ്മൾ എടുത്തു കഴിഞ്ഞാലും അതിന്റെ ഔട്ടർ ആംഗിൾ എപ്പോഴും സെയിം ആയിരിക്കും. അത് എത്രയായിരിക്കും? ഔട്ടർ ആംഗിളിന്റെ സം ആണോ അല്ലെ. ഔട്ടർ ആംഗിളിന്റെ സം എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അത് എത്രയായിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും. ഇതൊക്കെ നമ്മൾ പഠിച്ചല്ലേ. പിന്നെ അത് വെച്ച് നമ്മൾ ഒരുപാട് പ്രോബ്ലംസ് ചെയ്തു. അതിനുശേഷം എന്താ പഠിച്ചേ? റെഗുലർ പോളിഗൺസിനെ പറ്റി പഠിച്ചല്ലേ. പോളിഗൺസിൽ തന്നെ സൈഡ്സും ആംഗിൾസും ഈക്വൽ ആയിട്ട് വരുന്ന പോളിഗൺസിനെയാണ് നമ്മൾ റെഗുലർ പോളിഗൺസ് എന്ന് വിളിക്കുന്നതെന്ന് പറഞ്ഞു. അതിന്റെയും കുറെ പ്രോബ്ലംസ് നമ്മൾ ചെയ്തു. അപ്പൊ നമ്മുടെ ചാപ്റ്റർ ഇവിടെ എൻഡ് ചെയ്യുകയാണ്. അപ്പോൾ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ മിസ് ഇന്നിവിടെ ഈ ചാപ്റ്ററിന്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്തത് നമ്മുടെ എക്സാം പോയിന്റിന്റെ ഗൈഡ് വെച്ചിട്ടാണ്. അപ്പോൾ അതിൽ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും എക്സ്ട്രാ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ അവൈലബിൾ ആണ്. എല്ലാവരും അതൊന്ന് റെഫർ ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.